അല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ഏത് കാര്യം പറയുമ്പോഴും 8 കാര്യങ്ങൾ ചിന്തിക്കണം. ഇത് പറയണോ പറയണ്ടേ? ഇതാരാണ് പറയേണ്ടത്? ആരോടാണ് പറയേണ്ടത്? എപ്പോഴാണ് പറയേണ്ടത്? എങ്ങനെയാണ് പറയേണ്ടത്? എങ്ങനെ തുടങ്ങണം? പറഞ്ഞാൽ കിട്ടുന്ന ഗുണമെന്ത്? പറഞ്ഞില്ലെങ്കിലുള്ള ദോഷമെന്ത്? നാശങ്ങളായ നാശങ്ങളൊക്കെയും വാക്കുകളിൽ നിന്നാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല കിതാബ് ആഫാത്തുൽ ലിസാൻ 30 വലിയ ദോഷവശങ്ങൾ നാക്കിലൂടെ പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്ന് വിസർജിക്കുന്ന എല്ലാ വിസർജന വസ്തുക്കളും അറക്കപ്പെടുന്നതും വറക്കപ്പെടുന്നതുമാണ്. കണ്ണിൽ വരുന്ന നീര് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? മൂക്കിൽ നിന്ന് വരുന്നത്, കാതിലുള്ള ചെപ്പികൾ, അങ്ങനെ മറ്റ് പറയേണ്ടതില്ലല്ലോ. വുളു മുറിയുന്ന വസ്തുക്കളൊക്കെ, വായിൽ നിന്ന് വരുന്ന നീര്, ഒന്ന് മാത്രം നന്നായാൽ ഇത്ര മാത്രം നല്ലതൊന്നുമില്ല. വെടക്കായാലോ ഇത്ര വെടക്ക് മറ്റൊന്നുമില്ല. അഥവാ തൻ്റെ വാക്ക്. ഇന്ന് വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞത് വാക്കുകളുടെ സ്വാധീനത്തെക്കുറിച്ച്. ഞാൻ അപ്പം ഖുർആൻ ഓതി കൊടുത്തു. ഖൗലുൻ മഅറൂഫുൻ ഖൈറും മിൻ സ്വദഖത്തിൻ യത്ബഉഹാ. നല്ല നല്ല വാക്ക്, ഇത്ര സുന്ദരമായ വാക്ക്, സുന്ദരമായ പദപ്രയോഗങ്ങൾ, അതിനേക്കാൾ നല്ലതായ ഒന്നും ലോകത്തില്ലേയില്ല. എന്നാലോ വാക്കിനേക്കാൾ ഉപദ്രവകാരിയായ ഒന്നും ലോകത്തില്ല. ഖുർആനിൽ ഒരു പ്രത്യേക അധ്യായമാണല്ലോ സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ നീഗ്രോ വർഗക്കാരനായിരുന്നു, അടിമയായിരുന്നു, പരമദരിദ്രനായിരുന്നു, ആർക്കും വേണ്ടാത്തവരായിരുന്നു. പക്ഷേ ലോകത്തെല്ലാ മതവിഭാഗങ്ങളും ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ആദരിക്കും. ഖുർആനിലൊരു അധ്യായം തന്നെ സൂറത്തുൽ ലുഖ്മാനാണ്. എന്തേ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഇത്രമാത്രം ആദരിക്കാൻ കാരണം? അടിമയായി നിൽക്കുന്ന സമയത്ത്, അടിമ എന്ന് പറഞ്ഞാൽ സർവൻ്റ്, വേലക്കാരൻ എന്നല്ല അർത്ഥം. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കന്നുകാലികളെപ്പോലെ കാശ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് പണ്ട് കാലങ്ങളിൽ അടിമത്വം ഉണ്ടായിരുന്നു. ഇസ്ലാം അത് നിർമ്മാർജ്ജനം ചെയ്ത് കൊണ്ടുവന്നതാണ്. കാശ് കൊടുത്ത് വാങ്ങുന്നതാണ് അടിമ എന്ന് പറയുന്നത്. അങ്ങനെ യജമാനൻ്റെ മുമ്പിൽ യജമാനൻ ഒരു മൃഗത്തെ കന്നിനറുത്തു. ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട 2 ഭാഗങ്ങൾ ടേബിൾ വെക്കാൻ കൽപ്പിച്ചു. അതിൻ്റെ ഹൃദയം നാക്കുമാണ് എടുത്തു വെച്ചത്. മറ്റൊരവസരത്തിൽ കന്നിനറുത്ത് ഏറ്റവും മോശപ്പെട്ട 2 ഭാഗം വെക്കാൻ വേണ്ടി അപ്പോഴും വെച്ചത് ഈ നാക്കും ഹൃദയവും തന്നെയാണ്. എന്താ നീ എന്നെ കളിയാക്കുകയാണോ? ഏറ്റവും നല്ലത് വെക്കാൻ പറഞ്ഞപ്പോൾ വെച്ച അതേ സാധനം തന്നെ. ഏറ്റവും മോശപ്പെട്ടതാകുന്നത് എങ്ങനെ? അപ്പോൾ ലുഖ്മാൻ ഹക്കീം തന്നെ പറഞ്ഞിട്ടുണ്ട്, നന്നായാൽ ഇത്രത്തോളം നല്ല സാധനം വേറെയില്ല, വെടക്കായാലോ ഇത്രത്തോളം മോശം വേറൊന്നുമില്ല. ആ ഒരൊറ്റ മറുപടിയാണ് ആ യജമാനെ സന്തോഷിപ്പിക്കുകയും അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വതന്ത്രനായി മാറി പിൽക്കാലങ്ങളിൽ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹുവിൻ്റെ ക്ലാസ്സുകളിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു. അപ്പം നാക്കുകൊണ്ട് പറയുമ്പോൾ അത് ആരാ പറയേണ്ടത്? വാപ്പയോട്, ഉമ്മയോട് മക്കൾ പറയുമ്പോൾ എനിക്ക് പറയാൻ അർഹതയുണ്ടോ? തെറ്റാണെന്നറിയാം, പക്ഷെ ഞാനല്ല പറയേണ്ടത്. അത് വാപ്പയുടെ വാപ്പയുണ്ടെങ്കിൽ, ഉമ്മയുടെ ഉമ്മയുണ്ടെങ്കിൽ സൗഹൃദ ബുദ്ധിയ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ കൊണ്ട് പറയിപ്പിച്ചാൽ എത്ര നന്നായിരിക്കും. മക്കളോട് പറയും പോലെയല്ല വാപ്പയോട് പറയേണ്ടത്. മക്കളോട് പറയുമ്പോഴും ഒരു കലക്ടർ ക്ലർക്കിനോട് പറയും പോലെയല്ല ക്ലർക്ക് കലക്ടറോട് പറയേണ്ടത്. വളരെ ബഹുമാന പുരസ്സരം, ആദരവോടെ പറയണം.
കുട്ടിയോട് പറയുമ്പോൾ സ്നേഹത്തോടു കൂടെ പറയണം. ഒരു ഗ്ലാസ് ചായ എടുക്ക് എന്ന് തൻ്റെ കൂട്ടുകാരനോട് പറയാറുണ്ടെങ്കിൽ അതിനൊരിക്കലും ശരിയല്ല, ആരോടും പാടില്ല. പക്ഷെ കൂട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു വാപ്പയോട് ഉമ്മ ദാഹിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഉമ്മ തിരിയല്ലോ വെള്ളം. മോനെ എന്താ വേണ്ടതെന്ന് ചോദിക്കുമല്ലോ. ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം എടുക്കി. ഉമ്മയെ അടിമയാക്കലല്ലേ, എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. വാപ്പ ഇന്ന് സ്കൂളിൽ എക്സാം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ വാപ്പ കാശ് തരണമെന്ന് പറയുന്നതിന് പകരം വാപ്പ സ്കൂളിൽ എക്സാം ഉണ്ട് എന്ന് പറയുമ്പോൾ വാപ്പ ചോദിക്കണം, മോനെ എനിക്ക് എന്താ വേണ്ടത്. അവിടെയൊക്കെയാണ് ഇനി വാപ്പ മോനോട് പറയുമ്പോൾ, മോനെ എൻ്റെ പരീക്ഷയാണ്, ഈ ശരിക്കും ശ്രദ്ധിച്ചോ. ആ പേടിപ്പിക്കുന്ന വാക്കുകളൊക്കെ നിർത്തിയിട്ട് ഈ ഒട്ടും പേടിക്കണ്ട മോനെ, ഈ വിജയിക്കാൻ വേണ്ടി നന്നാക്കിയത് വാർക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ് നീ വിജയിക്കുമെന്നത്. ആ ഒരു കോൺഫിഡൻസ് വാപ്പ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഞാൻ ആ ഭാഗം വലിയൊരു അധ്യായമാണ്, ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പോൾ അൽ ഖൗഫു മിനൽ ജലീൽ, ഒന്ന് എന്ത് പറയുമ്പോഴും കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അർഹമുറാഹിമായ റബ്ബിനെ പേടിച്ചായിരിക്കണം. അൻതറ റബ്ബക കഅന്നക തറാഹ് വഇല്ലം തറ ഫഇന്നഹു യറാക്. നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് നീ പറയുന്നതും കാണുന്നതും കേൾക്കുന്നതെല്ലാം റബ്ബ് അറിയുന്നുണ്ട് എന്ന ഉത്തമ ബോധത്തോടുകൂടെ. അത് തഖ്വയുടെ ഒരു പാർട്ട് മാത്രമാണ്. മഹാനായ അല്ലാമ ഖുശൈരി റളിയല്ലാഹു തആല തങ്ങളോട് വന്യരായ ഗുരു ഒരവസരത്തിൽ പറഞ്ഞു, ആരും കാണാത്ത ഒരു ചെറിയ പക്ഷിയെ കൊടുത്തിട്ട് എല്ലാവരുടെ കയ്യിലും ആരും കാണാത്ത സ്ഥലത്ത് പോയി അറുത്ത് കൊണ്ടുവരണം. ശിഷ്യന്മാരെല്ലാവരും അറുത്ത് കൊണ്ടുവന്നു. എല്ലാം ആ ഖുശൈരി തങ്ങൾ മാത്രം ആ കൊടുത്ത പക്ഷിയുമായി തിരിച്ചു വന്നു. എന്തേ? കാരണം അല്ലാമ ഖുശൈരി തങ്ങളോട് അവരുടെ ഉസ്താദിനൊരു പ്രത്യേക സ്നേഹം കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ സംശയം, എന്താ ഇവരോട്? അപ്പോൾ ആ സംശയ ദൂരീകരണത്തിനാണ്. ഒരു മാത്രം ഒരു പറഞ്ഞു, ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ട് ഇറക്കാനല്ല പറഞ്ഞു. ഞാൻ ആരും കാണാത്ത സ്ഥലം കാണുന്നില്ല, അള്ളാഹു കാണൂലേ, അള്ളാഹു അറിയില്ലേ. അപ്പം മഹാനായ അല്ലാമ ഖുശൈരി തങ്ങളുടെ ഉസ്താദ് പറഞ്ഞു, അപ്പം തിരിഞ്ഞോ, ഞാൻ എന്തുകൊണ്ട് ആ മകനെ ഏറ്റവും ശ്രദ്ധിക്കുന്നു, ശിഷ്യനെ ശ്രദ്ധിക്കുന്നു എന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും ഔൽ ഖൗഫു മിനൽ ജലീൽ, ജലീലായ റബ്ബിനെ പൂർണ്ണമായും പേടിക്കുക. ആ ജീവിതം അത് നമ്മുടെ ഹൃദയം പൂർണ്ണമായും സംസ്കരിച്ചെടുക്കാൻ. ഹൃദയം സംസ്കരിച്ചെടുത്താൽ അത് ട്രാൻസ്ഫോമറാണ്. ബാക്കി എല്ലാ ഭാഗങ്ങളും അതുമായി കണക്റ്റഡാണ്. കണ്ണാണെങ്കിലും കാതാണെങ്കിലും നാക്കാണെങ്കിലും മൂക്കാണെങ്കിലും എല്ലാം, പിന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഓക്കെ ആയിക്കൊള്ളും. രണ്ടാമതായി പറഞ്ഞത് വൽ അമലു ബിത്തൻസീൽ, പരിശുദ്ധമായ ഫുർഖാനുൽ അളീം. അള്ളാഹും റസൂലും എന്താണോ കൽപ്പിച്ചത് അത് മുഴുവൻ ജീവിതത്തിൽ പകർത്തുക. നമ്മോട് ഇസ്ലാം കൽപ്പിക്കുന്നത് ആകെ പ്രായപൂർത്തിയും ബുദ്ധിമെത്തിയ ഒരാളോട് 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക, അതിൽ ഒരു വിട്ടുവീഴ്ചയും ഒരാൾക്കുമില്ല. റമദാൻ മാസത്തിൽ നോമ്പ് ഒരു കൊല്ലത്തിലൊരു മാസം മാത്രമല്ലേ കൽപ്പിക്കുന്നുള്ളൂ.